ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിലെ ഡ്രാഗൺ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഡ്രാഗൺ ചെടി നട്ടിട്ട് 3 വർഷമായി. ഇതൊരു തവണ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് തന്നായിരുന്നു. അതിന് 4 കഷ്ണങ്ങളാക്കി വീട്ടിലുണ്ടായിരുന്ന 4 ബക്കറ്റിലാക്കി നട്ട് വെച്ചിരുന്നു. അന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇതെങ്ങനെ നടന്നു. അതുകൊണ്ടാണ് ഇത് ഈ ഷേപ്പിലിരിക്കുന്നത്. ആക്ച്വലി ഇതിന് നല്ല താങ്ങും നല്ല സിമൻറ്റ് ഫില്ലറും ഒക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനിതിങ്ങനെ വല്ല വിധേനയും ചായപ്പിലോട്ട് പടർത്തി വിട്ടു. ഇത് നട്ടിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കിതിൻ്റെ കായ്ഫലം കിട്ടിയായിരുന്നു. ഫസ്റ്റ് തന്നെ 4 ഫ്ലവർ വന്നായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഇതിൻ്റെ ഉറുമ്പ് വന്നത് 2 ഫ്ലവർ നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. അങ്ങനെ 2 ഫ്രൂട്ട് കിട്ടിയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല ഇത്. നമ്മളെ വീട്ടിൽ നട്ട് വളർത്തി അത് ആ ചെടിയിൽ നിന്ന് പാകമായി കട്ട് ചെയ്ത് കഴിക്കുമ്പം കിട്ടുന്ന ആ ടേസ്റ്റ്, ആ മധുരം ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പം കിട്ടാറില്ല. അത്രയ്ക്ക് മധുരമാണ്. നമുക്ക് ഈസി ആയിട്ട് നടാവുന്ന ഒന്നാണ്. ഇതിപ്പം ഏത് ഭാഗത്തു നിന്ന് കട്ട് ചെയ്താലും ഈസി ആയിട്ട് ഏത് മണ്ണിലും ഇത് പൊടിക്കും. ഈ ചെടിക്ക് പ്രത്യേകിച്ച് വളമൊന്നും വാങ്ങിയിടേണ്ട ആവശ്യമില്ല. വീട്ടിൽ കിട്ടുന്ന വെജിറ്റബിളിൻ്റെ വേസ്റ്റ് തന്നെ ധാരാളമാണ്. ഞാനിവിടെ വെജിറ്റബിൾ വേസ്റ്റ് ഇടാറുണ്ട്. കഞ്ഞി വെള്ളം, പിന്നെ അരി കഴുകിയ വെള്ളം, ഇതൊക്കെ ഒഴിക്കാറുണ്ട്. വർഷത്തിന് 2 തവണയായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറയും ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ വാങ്ങി കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റും ഇല്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ മുറ്റത്ത് അതിനെ നട്ട് പൊടിപ്പിച്ച് ആ പ്ലാന്റിൽ നിന്ന് പഴുത്ത ഫ്രൂട്ട് പാകമായതിന് ശേഷം അതിൽ നിന്ന് പറിച്ച് കഴിക്കുന്ന ആ ടേസ്റ്റ് ഒരിക്കലും വാങ്ങി കഴിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് മധുരമാണ്. ഞാനിവിടെ നട്ട് വെച്ച ചെടിയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഡ്രാഗൺ ചെടിയുടെ തണ്ടിൽ നിറയെ മുള്ളാണ്, ചെറിയ ചെറിയ മുള്ളാണ്. അതുകൊണ്ട് ചിന്നും അതിൻ്റെ പരിസരത്ത് വരില്ല, പതിയെ മുള്ളുന്നുണ്ട്.